ഈ ചാണക സംഘികളുടെ കളവിന് ഒരാഴ്ച പോലും ആയിസില്ല എന്ന് പറയുന്നത് വെറുതെയല്ല. സംഘികൾ ഒരു കഥ മെനഞ്ഞു, അത് പ്രചരിപ്പിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി സംഘികളും സംഘി ചാനലുകളും ഇതെടുത്ത് ആഘോഷിച്ചു. എന്തിന്? ഇത് മറ്റൊരു ലെവലിലേക്ക് എത്തിച്ചു. ഇത് കാരണമായി ഒരു മാർച്ച് വരെ സംഘടിപ്പിച്ചു. അവസാനം നടന്നതോ, ഈ കഥയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ വന്ന് ഇതിന്റെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു. അതോടെ സംഘികൾ കെട്ടിപ്പൊക്കിയിട്ടുള്ള കളവിന്റെ ചീട്ട് കൊട്ടാരം പൊളിഞ്ഞു. എന്ത് ചെയ്യാനാണ്? ഇവര് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. കഷ്ടം തന്നെ. നമുക്കൊരു ന്യൂസ് കേൾക്കാം. തലയിൽ മക്കന ധരിച്ച് ജോലി ചെയ്യാൻ തൊഴിലാളികളെ നിർബന്ധിച്ച മാനേജ്മെന്റിനെതിരെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. തുറയൂർ പഞ്ചായത്ത് BJP മോർച്ച പ്രസിഡന്റ് നാഗത്ത് നാരായണൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങത്ത് പ്രവർത്തിക്കുന്ന ഗ്രീൻ ഓക്ക് കല്യാണ മണ്ഡപത്തിൽ കഴിഞ്ഞ ദിവസം കാറ്ററിംഗ് ജോലിക്കെത്തിയ ഹിന്ദു തൊഴിലാളികളെ നിർബന്ധിച്ച് തലയിൽ മക്കന ധരിപ്പിക്കുകയും നെറ്റിയിൽ തൊട്ട സിന്ദൂരപ്പൊട്ട് മായ്ച്ച് ജോലി ചെയ്യണമെന്നും പറഞ്ഞ മാനേജ്മെന്റിനെതിരെ ഇരിങ്ങത്ത് ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. തുറയൂർ പഞ്ചായത്ത് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പാക്കനാർപുരം ഗാന്ധി സ്മാരകത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം. കേട്ടല്ലോ. എനിക്ക് തോന്നുന്നു ഈ ന്യൂസ് ആദ്യം പുറത്തുവിട്ടുന്നത് ജനം ടിവിയാണ്. അല്ലെങ്കിൽ ജനം ടിവിയിൽ വന്നതിന് ശേഷമാണ് കൂടുതൽ ആളുകളും ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഗ്രീൻ ഓക്ക് കൺവെൻഷണൽ സെന്ററിലേക്ക് കാറ്ററിംഗ് ജോലിക്ക് പോയിട്ടുള്ള ഒരു കൂട്ടം ഹിന്ദു സ്ത്രീകളോട് അവർ ആവശ്യപ്പെടുകയാണ് ഹിജാബ് ധരിക്കാനും അതുപോലെ അവരുടെ സിന്ദൂരപ്പൊട്ട് മായ്ച്ചു കളയാൻ വേണ്ടിയിട്ടും. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ന്യൂസ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി സംഘികളും സംഘി ചാനലുകളും ഇതെടുത്ത് അങ്ങോട്ട് ആഘോഷിച്ചു. ഇതൊരു വെൽ പ്ലാൻഡ് പരിപാടിയായിരുന്നു. കാരണം പ്രത്യേകിച്ചും ഈ സിന്ദൂറിന്റെ കാര്യം അവിടെ കൊണ്ടുവന്നത് പലരും പല സംഘികളും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് പഹൽഗാം, അതുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു വീഡിയോ കാണാം. നെറ്റിയിലെ സിന്ദൂരവും മറയ്ക്കാത്ത മുഖവും കേരളത്തെ ഒരു വിഭാഗത്തെ അസ്വസ്ഥരാക്കുന്നുണ്ടോ? എങ്ങനെ മക്കനെ ധരിക്കണമെന്ന് ഈ സ്ത്രീകൾ പഠിക്കേണ്ടി വരുമോ? എന്റെ ചോദ്യം നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ? ഭയം വേണ്ട, വെറും ജാഗ്രത മതി. കോഴിക്കോട് ഇരിങ്ങത്ത് പ്രവർത്തിക്കുന്ന ഗോൾഡൻ ഓക്ക് എന്ന കല്യാണ മണ്ഡപത്തിൽ നടന്ന സംഭവം പുറം ലോകം അധികം അറിഞ്ഞിട്ടില്ല. കല്യാണ മണ്ഡപത്തിൽ കാറ്ററിംഗ് ജോലിക്കെത്തിയ ഹിന്ദു സ്ത്രീകളെ നിർബന്ധിച്ച് നെറ്റിയിലെ സിന്ദൂരം മായ്പിച്ച് മക്കനെ ധരിപ്പിച്ചു എന്നതാണ് സംഭവം. ജനം TV ഒഴികെ മറ്റൊരു മെയിൻ സ്ട്രീം മീഡിയയിലും ഇതൊരു വാർത്തയാക്കി കണ്ടില്ല. കേട്ടല്ലോ, ജനം ടിവിയിൽ മാത്രമാണ് ഇത് വന്നിട്ടുള്ളത്. ഈ ജനം TV എന്ന് പറയുന്നത് അതിൽ വരുന്നത് 99% കളവാണ്. വിശ്വസിക്കേണ്ട, 1% വിശ്വസിക്കേണ്ടു. അതിൽ വിശ്വസിക്കേണ്ട ഈ ന്യൂസിലുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്ന്, ഗ്രീൻ ഓക്ക് കൺവെൻഷണൽ സെന്റർ, അത് സത്യമാണ്. അതുപോലെ ഇവർ ഹിജാബ് ധരിച്ചിട്ടുണ്ടോ, അതും സത്യമാണ്. അത്രേ സത്യമുള്ളൂ. ബാക്കി ഇവർ പറഞ്ഞ മുഴുവനും പച്ചക്കള്ളമാണ്. ഈ സംഘികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചീട്ട് കൊട്ടാരം, കളവിന്റെ ചീട്ട് കൊട്ടാരം എങ്ങനെയാണ് പൊള്ളുന്നത് എന്നല്ലേ, അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ അവർ തന്നെ ഇതിന്റെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു. ആ വീഡിയോ നമുക്ക് കാണാം. ഇരിങ്ങത്ത് ഗ്രീൻ ഓക്ക് ഓഡിറ്റോറിയത്തിലെ കാറ്ററിംഗ് പ്രവർത്തകരാണ്. ഇന്ന് ഈ വീഡിയോ ഇടാനുള്ള പ്രധാന കാരണം, ഒരാഴ്ച മുമ്പ് നടന്ന ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രസ് കോഡുമായിട്ടുള്ള വിവാദമാണ്. ഞങ്ങൾക്ക് ഇവിടെ കാറ്ററിംഗ് സർവീസിന് 3-4 തരം ഡ്രസ് കോഡുകളുണ്ട്. ആ ഒരാഴ്ച മുന്നേ നടന്ന കല്യാണത്തിന് ഞങ്ങൾ തെരഞ്ഞെടുത്ത ഡ്രസ് കോഡിന്റെ കൂടെ ഒരു ഷോള് തലയിൽ കൂടിയിട്ടിരുന്നു. അതൊരു വിവാദപരമായി മാറിയിരിക്കുകയാണ്. ഇത് ഞങ്ങൾ കാറ്ററിംഗ് തൊഴിലാളികൾ ഞങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ്. ഇതിലിപ്പോ പുറത്ത് വാർത്ത വരുന്നത് ഈ മാനേജ്മെന്റ് ഞങ്ങളെ നിർബന്ധിച്ച് ചെയ്യിച്ചതാണ്. അത് 100% തെറ്റായ വാർത്തയാണ്. മാനേജ്മെന്റ് ഞങ്ങളെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഈ അന്നത്തെ യൂണിഫോം തെരഞ്ഞെടുത്തത്. പിന്നെ എന്താ വെച്ചാൽ ഇതിന് നാട്ടിലും മീഡിയകളിലും ചാനലുകളിലും ഞങ്ങളെ ഫോട്ടോ വെച്ച് ഞങ്ങൾ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തകളൊക്കെയാണ് വന്നത്. പരാതി പോലീസ് സ്റ്റേഷനിലും സൈബർ സെല്ലിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവര് പിൻവലിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള പോസ്റ്റുകളും എല്ലാം മീഡിയകളിലോ അല്ലെങ്കിൽ ഞങ്ങളെ ഫോട്ടോ വെച്ചിട്ടുള്ള വാർത്തകൾ വരികയാണെങ്കിൽ ഞങ്ങൾ ശക്തമായ നിയമ നടപടികളുമായിട്ട് ഇനിയും മുന്നോട്ട് പോകുന്നതായിരിക്കും. ഒരു 4-5 വർഷമായിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു കാറ്ററിംഗ് സർവീസാണ് ഇവിടെ ഏകദേശം 40-50 കുടുംബങ്ങൾ ഇവിടെ സ്ഥിരമായിട്ടും താൽക്കാലികമായിട്ടും പണിയെടുക്കുന്നുണ്ട്. ഇതുവരെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല.
ഇതില് ഈ പ്രചരണത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്. ഞങ്ങളെ ഒന്നുകൂടി ഉറപ്പിച്ച് പറയാണ്, ഈ ചെയ്തത് ഞങ്ങളെ ഡ്രസ് കോഡ് ഞങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. മാനേജ്മെന്റ് ഞങ്ങളെ ഒരു കാര്യത്തിനും ഇന്നേ വരെ ഇവിടുന്ന് നിർബന്ധിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടുന്ന് ജോലി ചെയ്യുന്നത്. ഇത് ഞങ്ങളെ എന്താ ഈ പ്രചരിപ്പിച്ച പോലെ ഉദ്ദേശം എന്താണോ, ഞങ്ങളെ പണി പോക്കാനുള്ള ഉദ്ദേശമാണോ എന്നുള്ളതും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും വരികയാണെങ്കിൽ ചാനലുകളിലും ഇന്നെല്ലാം ന്യൂസും ഫോട്ടോസും ഒക്കെ വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശക്തമായ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. കേട്ടല്ലോ, ജനം ടിവിയുടെ ക്രെഡിബിലിറ്റിയാണ് ഇവിടെ തകർന്നിട്ടുള്ളത്. തകരാനൊന്നും ഇല്ല, എന്നാലും തകർന്നിട്ടുള്ളത്. ഇവർ എവിടെ ആരോട് അന്വേഷിച്ചാണ്, അതായത് ആ ആളുകളാണ് ഇപ്പോൾ വന്നിട്ട് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല, അത് പച്ചക്കള്ളമാണെന്ന്. അപ്പോൾ ഈ ജനം ടി വി ആരോട് ചോദിച്ചിട്ടാണ് ഈ ന്യൂസ് ഇട്ടിട്ടുള്ളത്? അതുപോലെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് കുറെ സംഘികളും സംഘ ചാനലുകളും. അവരൊക്കെ എവിടുന്ന് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് അവർ വീഡിയോ ചെയ്തിട്ടുള്ളത്? ഇതിന്റെ സത്യാവസ്ഥയാണ് ഇവരിപ്പം വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു സംഭവം ഇല്ല. സംഭവം ഉണ്ട്, തട്ടമിട്ടിട്ടുണ്ട്, അതൊക്കെ അവര് ഇഷ്ടപ്രകാരം അവരിട്ടാണ്, അല്ലാതെ അവരെ കൊണ്ട് ആരും നിർബന്ധിപ്പിച്ചിട്ട് ഇട്ടതല്ല എന്നാണ് അവര് പറയുന്നത്. അതുപോലെ ഞാൻ നേരത്തെ വെച്ച വീഡിയോയിലെ ചേച്ചി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നെറ്റിയിലെ സിന്ദൂരം കാണുമ്പോൾ, മുഖം മറക്കാതെ കാണുമ്പോൾ അസ്വസ്ഥരാവുന്നുണ്ടോ എന്ന്. അതിലല്ല അസ്വസ്ഥരാവുന്നത് തലയിൽ തൊപ്പി വെച്ചിട്ട് പോകുമ്പോൾ, അതുപോലെ ഹിജാബ് ധരിച്ചിട്ട് പോകുന്ന ആളുകളെ കാണുമ്പോൾ അസ്വസ്ഥരായി ജയ ശ്രീറാം വിളിക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. ചേച്ചി അത് കാണാറില്ലായിരിക്കും അല്ലെ? അതുപോലെ നമ്മുടെ അൻസാരി ഉസ്താദ് കുറച്ചു പേർക്ക് നല്ല അടിപൊളി മറുപടി കൊടുക്കുന്നുണ്ട്, നമുക്കത് കേൾക്കാം. സംഭവം എന്ന് പറയുന്നത്, ഈ മുസ്ലിങ്ങളുടെ പേര് പ്രതിക്കൂട്ടിൽ കാണുമ്പോൾ മാത്രം വാ തുറക്കാൻ വരുന്ന വിശകല പോലുള്ള, അതുപോലെ പൊളിറ്റിക്കൽ അനലിസ്റ്റ്, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയുന്ന ശ്രീജിത്ത് പണിക്കർ, അവർക്കൊക്കെ നല്ല അടിപൊളി മറുപടി ഉസ്താദ് കൊടുക്കുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ശ്രീജിത്ത് പണിക്കരെ, കേരള സ്റ്റോറി ഫ്രം ഉസ്ബെക്കിസ്ഥാൻ. ഇപ്പൊ കറക്റ്റായി. യുവതിയെ വീട്ടിൽ കയറി വെട്ടി ഗുരുതര പരിക്ക്, ആൺ സുഹൃത്ത് പിടിയിൽ. നമ്മുടെ കേരളത്തിൽ ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഒരു കേരള സ്റ്റോറിയാണ്. പണിക്കർ സാർ ഉറങ്ങുമായിരിക്കും അല്ലേ? ഉണർന്നു കഴിഞ്ഞാൽ ഒന്ന് നോക്കണേ. ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് ഒരു 2 വാക്ക് പറയണം. എന്റെ നാട്ടിലാണ്, ആലപ്പുഴ താമരക്കുളം പറയൻകുളത്ത് യുവതി ആൺ സുഹൃത്ത് വീട്ടിൽ കയറി വെട്ടി 30-കാരിയായ ഷബാന ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമിച്ചതാകട്ടെ ഹരിപ്പാട് മുതുകുളം സ്വദേശി ശരത് കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷബാനനെ വെട്ടി പരിക്കേൽപ്പിച്ചത് ശരത്താണെന്ന്. പണിക്കരെ, ഉസ്ബെക്കിസ്ഥാൻ പണിക്കരെ, ശരത്താണെന്ന്. ശരത്തായതുകൊണ്ടല്ല, ഷബാനയുമായി കഴിഞ്ഞ 6 വർഷമായി പിടിയിലായ ശരത്ത് അടുപ്പത്തിലായിരുന്നു. ഇനി ഒറ്റ ചോദ്യമുള്ളൂ, ഇത് അവിഹിതമാണ്, അതല്ല കേരള സ്റ്റോറിയാണ്? നിങ്ങൾ സാധാരണ പറയുള്ള ലവ് ജിഹാദ് ആണ്. ഇപ്പൊ ഞങ്ങളാകുമ്പോഴാണ് ലവ് ജിഹാദ്, ഇത് ലവ് കുരുക്ഷേത്രം. എന്താ സംഗതി എന്താണ്? പണിക്കരെ, നിങ്ങളെയൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾ ഇത് നാണം കെട്ട ജന്മങ്ങളായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ജനം ടി വി ആണെങ്കിലും നിങ്ങളൊക്കെ പറയുന്നത് ഈ നാട്ടിലെ ഒന്നിനും കൊള്ളാത്ത കുറച്ച് മനുഷ്യർ മാത്രം ഉൾക്കൊള്ളുന്നു. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഏറ്റെടുക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളൊക്കെ മനുഷ്യരൂപം മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഒരു മാനവിക മൂല്യങ്ങൾ നിങ്ങളിൽ ഇല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഇപ്പൊ നോക്കൂ, ഈ മാസം 2ാമത്തെ കേസാണ്. ഇതിനു മുമ്പ് ഒരു ഷഹാന പ്രതിയാര അരുണാണ്. വാർത്തയിൽ വന്നത് മതം മാറാൻ വരെ നിർബന്ധിച്ചു എന്നാണ്. ഞങ്ങൾ ആരെങ്കിലും അത് ഏറ്റുപിടിച്ചോ? കേരളത്തിൽ അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യർ അങ്ങനെ പല അവിഹിതം, സ്വന്തം ഭർത്താവ് ഉണ്ടാകുമ്പോൾ തന്നെ വേറെ ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നവരുണ്ട്. അവിടെ കൊല്ലപ്പെടുകയോ പിടിക്കപ്പെടുകയോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ പ്രതിഭാഗത്ത് മുസ്ലിം നാമധാരിയാണെങ്കിൽ അവനും മതവുമായി എന്ത് ബന്ധം? മതവുമായി ബന്ധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യാതിരിക്കലാണ്. പക്ഷെ അവന്റെ പേര് വല്ല റസാക്ക അബ്ദുറഹ്മാൻ ആയി കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ പറഞ്ഞില്ലേ ലവ് ജിഹാദാണ്, എങ്കിൽ ഇതിൽ പറയൂ, എങ്കിൽ ഇതിലും പറയൂ. ശരത്തും അരുണും അവരെ പേര് വെച്ചിട്ട് എന്തുകൊണ്ട് അവിടെ മതം പറയുന്നില്ല? അത് പറയാതിരിക്കലാണ് ഞങ്ങളുടെ പക്വത ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കറിയാം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ മറ്റേ സാധനമാണ്, അത് കയറി അടിഞ്ഞിരിക്കുകയാണ്. അത് സ്വതന്ത്രമായി ഒന്ന് ചിന്തിക്കാൻ പടി. ഇവിടെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ലവ് ജിഹാദോ കുരുക്ഷേത്രയോ, ലവ് ജിഹാദോ ലവ് കുരുക്ഷേത്രോ ഒന്നുമല്ല. മനുഷ്യരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരും അവൻ്റെ വ്യക്തി ജീവിതത്തിൽ ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അവൻ അഡ്രസ്സ് ചെയ്യുകയും അതിൽ നിന്ന് എങ്ങനെ മോചനം നേടാമെന്ന് മനുഷ്യൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണ് പ്രേമിച്ച് ഏതെങ്കിലും ഒരുത്തർ ഇറങ്ങിപ്പോയി, ആ ഇറങ്ങിപ്പോയത് ഒരു മുസ്ലിം നാമധരോട് കൂടെ ആണെങ്കിൽ പിന്നെ ഈ ലോകത്തുള്ള മുഴുവൻ മുസൽമാന്മാരും സമാധാനം പറയണം. അങ്ങനെയാണെങ്കിൽ ഇതേ ശരത്തിന്റെയും അരുണിന്റെയും വിഷയത്തിൽ ഷബാനയും ഷഹാനയുമാണ് ഈ നാട്ടിലെ ഹിന്ദു സഹോദരങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്താൽ, അല്ലെങ്കിൽ ഹിന്ദുക്കൾ മുഴുവൻ മോശം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കറക്റ്റാണ്. ഉസ്താദ് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഈ
രാജ്യത്തുള്ള ജനങ്ങൾക്ക്, അത് കേരളത്തിലുള്ളാവട്ടെ, ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ കേരളത്തിൽ, ഇന്ത്യയിൽ നോക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ യുവന്മാർ ഈ ലവ് ജിഹാദും കാര്യങ്ങളൊക്കെ കുത്തിക്കൊണ്ടുവരും. നമ്മളെ ഇവിടുത്തെ കറന്റ് ഇഷ്യൂ, ഇന്ത്യ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഇവർക്ക് ചർച്ച ചെയ്യേണ്ട. ഇവർക്ക് ചർച്ച ചെയ്യേണ്ടത് ഇതുപോലെ ലവ് ജിഹാദും, അല്ലെങ്കിൽ പക്ഷെ ഒരു ഭാഗത്ത് മാത്രമേ ചർച്ച ഉള്ളൂ കേട്ടോ. ഇപ്പുറത്തെ ഭാഗത്ത് ഉസ്താദ് പറഞ്ഞ പോലെ ചർച്ചയില്ല, അത് വേറെ കാര്യം. അപ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മറ്റേ ഒറിജിനൽ റിയൽ പ്രശ്നങ്ങൾ, ഇന്ത്യ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിയൽ പ്രശ്നങ്ങളൊന്നും ആരും ചർച്ച ചെയ്യില്ല. അത് തന്നെയാണ് ഇവരുടെ ആവശ്യവും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.